അല്ലു അർജുൻ മുതൽ ലാലേട്ടൻ വരെ പിന്നെ ഒരു സിംഹവും പ്രേക്ഷകരുടെ കാശ് കുറെ പൊട്ടും വമ്പൻ റിലീസുകളുടെ ഡിസംബർ മാസം. അങ്ങനെ 2024 അതിന്റെ അവസാന ലാപ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. വമ്പൻ താരങ്ങളുടെ വമ്പൻ ഇനിഷ്യൽ മുതൽ ചെറിയ സിനിമകളുടെ വലിയ വിജയങ്ങൾ വരെ നിറഞ്ഞു നിന്ന ഈ വർഷം അതിന്റെ ക്ലൈമാക്സിലേക്ക് കടക്കുമ്പോഴും ഹൈപ്പിന് കുറവൊന്നുമില്ലാത്ത സിനിമകളാണ് ഇനി റിലീസ് ചെയ്യാനിരിക്കുന്നത്. ഡിസംബർ മാസം എന്നാൽ ക്രിസ്മസ് സീസൺ ആണല്ലോ. കുട്ടികളും കുടുംബങ്ങളും യുവ പ്രേക്ഷകരുമെല്ലാം ഒരുപോലെ തിയേറ്ററുകളിലേക്ക് വരുന്ന ഈ ഒരു സീസണിൽ മാസ് മസാലയും ആക്ഷനും ഫാന്റസിയും എല്ലാം നിറഞ്ഞ സിനിമകളാണ് റിലീസിന് തയ്യാറായിട്ടുള്ളത്. ഡിസംബർ മാസത്തെ റിലീസ് ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് പുഷ്പ 2 ഡിസംബർ 5 നാളെയാണ് പുഷ്പ റിലീസ് ചെയ്യുന്നത്. ആദ്യ വരവിൽ നാഷണൽ ആയിരുന്നെങ്കിൽ ഇക്കുറി ഇന്റർനാഷണൽ ആയിട്ടാണ് പുഷ്പ വരികയെന്നാണ് അണിയറ പ്രവർത്തകർ നൽകുന്ന സൂചന. ലോകമെമ്പാടും 12,000-ലേറെ സ്ക്രീനുകളിൽ റിലീസ് ചെയ്യുന്ന സിനിമയ്ക്ക് കേരളത്തിലും വമ്പൻ റിലീസാണ് അണിയറ പ്രവർത്തകർ ഒരുക്കിയിരിക്കുന്നത്. E4 എന്റർടൈൻമെന്റ്സ് ആണ് പുഷ്പ 2 കേരളത്തിൽ എത്തിക്കുന്നതും. അല്ലു എന്നാൽ മലയാളികൾക്ക് മല്ലു അർജുൻ ആണല്ലോ. അല്ലുവിന്റെ മാസ് അവതാരം വരുമ്പോൾ മലയാളി പ്രേക്ഷകർക്ക് അതൊരു തിയേറ്റർ ആഘോഷമായിരിക്കും. ഒപ്പം മലയാളത്തിന്റെ സ്വന്തം ഫഹദ് ഫാസിലിന്റെ വില്ലൻ വേഷവും കൂടി പുഷ്പയിലേക്ക് ചേരുമ്പോൾ ആ ആഘോഷം ഡബിൾ പഞ്ച് തരുമെന്നുറപ്പ്. പുഷ്പയുടെ തിയേറ്റർ ആഘോഷങ്ങൾ കഴിഞ്ഞാൽ പിന്നെ വലിയ പ്രതീക്ഷ ഉണർത്തുന്ന മലയാള സിനിമകളുടെ വരവാണ്. ആഷിഖ് അബുവിന്റെ സംവിധാനത്തിലെത്തുന്ന റൈഫിൾ ക്ലബ്ബാണ് അതിലൊരു പ്രധാന റിലീസ്. ദിലീഷ് പോത്തൻ, വാണി വിശ്വനാഥ് തുടങ്ങിയവർക്കൊപ്പം ബോളിവുഡ് സംവിധായകൻ അനുരാഗ് കശ്യപ്പും പ്രധാന വേഷത്തിലെത്തുന്ന സിനിമ ഈ മാസം 19-ാം തീയതി തിയേറ്ററുകളിലേക്ക് എത്തും. റൈഫിൾ ക്ലബിന്റെ തിരക്കഥയും സംഭാഷണവും ഒരുക്കിയിരിക്കുന്നത് ദിലീഷ് നായർ, ശ്യാം പുഷ്കരൻ, ഷറഫ്, സുഹാസ് എന്നിവർ ചേർന്നാണ്. മായ നദിക്ക് ശേഷം ആഷിഖ് അബു, ശ്യാം പുഷ്കരൻ, ദിലീഷ് നായർ ടീം ഒന്നിക്കുന്ന സിനിമ എന്ന പ്രത്യേകതയും റൈഫിൾ ക്ലബിനുണ്ട്. വ്യത്യസ്തമായ ജോണറുകളിൽ കഥ പറഞ്ഞ് ഹിറ്റടിക്കുന്ന ആഷിഖ് അബുവിന്റെ റൈഫിൾ ക്ലബിന്റെ പോസ്റ്ററുകൾ മുതൽ ഗന്ധർവ ഗാനം എന്ന സോങ് വരെയുള്ള എല്ലാ അപ്ഡേറ്റുകൾക്കും വലിയ പ്രതീക്ഷ ഉണർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ആ പ്രതീക്ഷയ്ക്കൊത്ത് റൈഫിൾ ക്ലബ്ബ് ഉയർന്നാൽ വലിയൊരു ഹിറ്റ് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഉണ്ണി മുകുന്ദൻ നായകനാകുന്ന മാർക്കോയാണ് മറ്റൊരു പ്രധാന റിലീസ്. മലയാളത്തിന്റെ മോസ്റ്റ് വയലന്റ് ഫിലിം എന്ന് അണിയറ പ്രവർത്തകർ വിശേഷിപ്പിക്കുന്ന സിനിമ അടിമുടി ആക്ഷൻ രംഗങ്ങൾക്ക് പ്രാധാന്യം നൽകിയായിരിക്കും ഒരുക്കിയിട്ടുള്ളതെന്നാണ് സൂചന. ചിത്രത്തിലെ ഫൈറ്റ് സീനുകളെ കുറിച്ച് പ്രേക്ഷകർക്കിടയിൽ വലിയ പ്രതീക്ഷയാണുള്ളത്. 18 വയസ്സിന് താഴെയുള്ളവർക്ക് മാർക്കോ തിയേറ്ററിൽ കാണാൻ കഴിയില്ലെന്നാണ് സിനിമയിൽ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച ജഗദീഷ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. മാത്രമല്ല, താൻ കണ്ടിട്ടുള്ള മുഴുവൻ കൊറിയൻ പടങ്ങളെക്കാൾ മാർക്കോയിൽ വയലൻസ് ഉണ്ടെന്നാണ് സിനിമയുടെ എഡിറ്റർ ഷമീർ മുഹമ്മദ് പറഞ്ഞിരിക്കുന്നത്. അണിയറ പ്രവർത്തകരുടെ ഈ വാക്കുകളോട് സിനിമയ്ക്ക് നീതി പുലർത്താൻ കഴിഞ്ഞാൽ യുവ പ്രേക്ഷകർക്കിടയിൽ മാർക്കോ തരംഗം തീർക്കുമെന്ന് കരുതാം. മോസ്റ്റ് വയലന്റ് പടം കണ്ടു കഴിഞ്ഞാൽ തിയേറ്ററുകളിൽ ചിരിച്ചാഘോഷിക്കാൻ ഒരു കോമഡി പടവും അന്നേ ദിവസം തന്നെ വരുന്നുണ്ട്. വെറും കോമഡിയല്ല, ഡാർക്ക് കോമഡി. പ്രമുഖ നിർമ്മാതാവായ ഡിസ്റ്റിൻ സ്റ്റീഫന്റെ മാജിക് ഫ്രെയിംസും സുരാജ് വെഞ്ഞാറമൂടിന്റെ വിലാസിനി സിനിമാസും ചേർന്ന് നിർമ്മിക്കുന്ന ED അഥവാ എക്സ്ട്രാ ഡീസന്റ് ഡിസംബർ 20 തിയേറ്ററുകളിലേക്ക് എത്തും. ആമിർ പള്ളിക്കൽ സംവിധാനം ചെയ്യുന്ന സിനിമയിൽ സുരാജ് വെഞ്ഞാറമൂട്, ഗ്രേസ് ആന്റണി, ശ്യാം മോഹൻ, വിനയ് പ്രസാദ്, റാഫി, സുധീർ കരമന, ദിൽന, പ്രശാന്ത് അലക്സാണ്ടർ, ഷാജു ശ്രീധർ, സജിൻ ചെറുകയിൽ, വിനീത് തട്ടിൽ എന്നിവരാണ് പ്രധാന വേഷങ്ങളിലെത്തുന്നത്. മോളിവുഡിൽ ഇത്രത്തോളം റിലീസുകളുള്ള ഡിസംബർ 20 ഒരു ഹോളിവുഡ് സിംഹവും കളത്തിലിറങ്ങുന്നുണ്ട്. ഡിസ്നിയുടെ എക്കാലത്തെ മികച്ച വർക്കുകളിലൊന്നായ ലയൺ കിങ്ങിന്റെ പ്രീക്വൽ മുഫാസ ദ ലയൺ കിങ് റിലീസിന് തയ്യാറാവുകയാണ്. ഇംഗ്ലീഷിന് പുറമെ ഹിന്ദി, തെലുങ്ക്, തമിഴ് ഭാഷകളിലും ചിത്രം എത്തുന്നുണ്ട്. കേരളത്തിൽ ഇംഗ്ലീഷിലും തമിഴിലുമാവും മുഫാസ റിലീസിനെത്തുക. റിയൽ ആക്ഷൻ സിനിമകളോട് കിടപിടിക്കും വിധം ഫോട്ടോ റിയലിസ്റ്റിക് ആനിമേറ്റഡ് ആയിട്ടാണ് മുഫാസ കളത്തിലിറങ്ങുന്നത്. ഡിസ്നി സിനിമകൾക്ക് മലയാളി പ്രേക്ഷകർക്കിടയിൽ വലിയ സ്വീകാര്യതയുണ്ട്. ഒപ്പം എക്കാലവും കുട്ടികൾക്ക് പ്രിയപ്പെട്ട സിനിമയും കഥാപാത്രവുമാണ് മുഫാസ. ഈ കാര്യങ്ങളെല്ലാം കണക്കിലെടുത്താൽ സിനിമ കേരളത്തിലും വലിയൊരു ചർച്ചയാകാൻ സാധ്യതയുണ്ട്. ഈ സിനിമകൾക്ക് ശേഷം ക്രിസ്മസ് ദിനത്തിൽ അന്ന് മലയാള സിനിമ ഒരു ഭൂതത്തെ തുറന്നുവിടുന്നുണ്ട്. ഈ വർഷം ഡിസംബർ 25 മോഹൻലാലിനെ നായകനാക്കി ഒരു നവാഗത സംവിധായകൻ ഒരുക്കുന്ന ബറോസ് എന്ന സിനിമ റിലീസ് ചെയ്യുകയാണ്. ക്രിസ്മസ് പോലൊരു ഫെസ്റ്റിവൽ സീസണിൽ മോഹൻലാലിനെ പോലൊരു ബാങ്കബിൾ നടന്റെ ചിത്രം എത്തുമ്പോൾ വലിയ പ്രതീക്ഷ ഉണ്ടാകുമല്ലോ. എന്നാൽ ബറോസിൽ അതിനപ്പുറം പ്രതീക്ഷകൾക്ക് വേറെയും കാരണങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട എന്തെന്നാൽ നേരത്തെ പറഞ്ഞ നവാഗത സംവിധായകന്റെ പേര് മോഹൻലാൽ എന്നാണ്. ഫാന്റസി ഡ്രാമ ജോണറിൽ വലിയ ബഡ്ജറ്റിൽ 3Dയിലാണ് സിനിമ വരുന്നത് എന്നതും പ്രതീക്ഷകൾ ഉണർത്തുന്ന കാര്യമാണ്. പിന്നെ സിനിമയുടേത് റിലീസ് ചെയ്ത ട്രെയിലറും ടീസറും പോസ്റ്ററും ഒക്കെ വലിയ പ്രതീക്ഷയാണ് നൽകിയിരിക്കുന്നത്. നിധി കാക്കുന്ന ഒരു ഭൂതവും ഒരു കൊച്ചുകുട്ടിയും അവരുടെ അത്ഭുത ലോകവുമെല്ലാമുള്ള ബറോസ് കുട്ടികൾക്കും കുടുംബങ്ങൾക്കും ഒരു ക്രിസ്മസ് വിരുന്നായിരിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ ഒരു ലിസ്റ്റിൽ നിങ്ങൾ ഏറ്റവും അധികം കാത്തിരിക്കുന്ന സിനിമയേത്? അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ നമ്മുടെ ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക.